കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. ഹലോ, നമസ്കാരം, സ്വാഗതം. ഐശ്വര്യത്തോടെ വിഷുവിനെ വരവേൽക്കാനായിട്ട് മൈജി ഒരുക്കുന്ന വിഷു കൈനീട്ടം. മൈജിയിൽ നിന്നും 5,000 റുപ്പീസ് മുതൽ 10,000 റുപ്പീസ് വരെയുള്ള ഏതൊരു മൊബൈൽ ഫോണും നിങ്ങൾ വാങ്ങുമ്പോഴും വിഷു കൈനീട്ടമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നതേ 3 ലിറ്ററിന്റെ പ്രഷർ കുക്കർ. അത് മാത്രമല്ല, മൈജി ഒരുക്കുന്ന മറ്റനവധി ഓഫറുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അപ്പം ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. അപ്പോ വിഷു ആഘോഷങ്ങൾ ഇവിടെ തീരണില്ല. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ് നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചിയും. വിഷു വെൽക്കം. അതെന്നാ തുപ്പിയിട്ടിട്ട് അതിനകത്തേക്ക് ഉമ്മ വെച്ചതാണോ ചേച്ചി? ആട്ടുകല്ല്, കുഴവി, അരി, ഉഴുന്ന്, വെള്ളം എല്ലാം റെഡി. ഇനി ഒന്ന് ആട്ടാവോ? അയ്യോ,
ആട്ടാൻ പറഞ്ഞപ്പോ എല്ലാത്തിനും എന്തൊരു ഉത്സാഹം. അല്ല, ആട്ടാനല്ലേ പറഞ്ഞേ? ഞാൻ ആ ആട്ടലല്ല പറഞ്ഞത്. ചേച്ചിയെ വിളിച്ചു വരുത്തിയിട്ട് ദാ ഈ ആട്ടൽ ഇതൊന്നും ആട്ടാൻ വേണ്ടിയാ. നിങ്ങളാരാ? ഞാൻ പപ്പു. പപ്പുവോ? ഏത് പപ്പു? രണ്ടാം പപ്പുവാണോ? പപ്പു അല്ല, ഈ പപ്പു. ഇത് ഞാൻ രതിചേച്ചിയുടെ സ്വന്തം പപ്പു. അയ്യോ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നല്ലോ ഇദ്ദേഹത്തിന്റെ പപ്പയാന്ന് തോന്നുന്നല്ലോ. അല്ല, ഇവിടെ വന്ന എന്തിനാ? നിങ്ങൾക്കറിയാവോ, എന്താ ഈ ഇരിക്കുന്ന രതിചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്. ഈ രതിചേച്ചിയെ കാണാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെ പോയെന്നറിയോ? എവിടെയൊക്കെ പോയി? ഞാൻ രതിചേച്ചി ഇപ്പൊ താമസിക്കുന്ന ബോംബെയിൽ പോയി. അതും ഈ ആട്ടുകല്ല്, ഈ കുഴവി, ഈ അരി, ഇതുമൊക്കെ സൈക്കിളില് ഞാൻ ബോംബെ വരെ ചെന്നു. സൈക്കിളില് പോയോ? അതല്ലേ, ഞാൻ ലോക്ക്ഡൌൺ ആയി വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് എന്തെങ്കിലും അസുഖം വരത്തില്ലേ? അതുകൊണ്ട് ഞാൻ എന്റെ പ്രൊട്ടക്ഷൻ എല്ലാം നോക്കി മാസ്ക് വെച്ച് ഞാൻ ചവിട്ടി 1.5 മാസം എടുത്ത് ഈ സൈക്കിളില്. 2 ടയർ പുതിയ 2 ടയറാണ് മേടിച്ചിട്ടേക്കുന്നത്. കഷ്ടപ്പെട്ടു ചേച്ചി. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. അവിടെ എത്തിയപ്പെടാൻ മനസ്സിലായിരുന്നു ചേച്ചി അവിടെ ഇല്ല, ചേച്ചി ഫ്ലവേഴ്സ് വിഷുവിന്റെ പരിപാടിക്ക് വന്നു. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് ചവിട്ടിയല്ലേ? ഇല്ല, ചവിട്ടിയില്ല. ഞാൻ ചവിട്ടി ഇന്ന് ചേച്ചി തിരിച്ചു പോകുമ്പോൾ പോലും ഞാൻ ഇവിടെ എത്തത്തില്ലല്ലോ. അവിടെ നിസാമുദ്ദീൻ ബുക്ക് ചെയ്ത് അതിനകത്ത് എന്റെ സൈക്കിളും എന്റെ ഈ ആട്ടുകല്ലും എല്ലാം കൂടെ തിരിച്ചു കയറ്റി തയ്യൽ മെഷീൻ ഇരിപ്പുണ്ട്, വെളിയിരിപ്പുണ്ട്. പിഷാർട്ട് ചേട്ടാ ഒന്ന് പറഞ്ഞോളൂ, ഇത്രയും കഷ്ടപ്പെട്ട ഒരാൾ പോയില്ലേ? നിങ്ങൾ ഇത്രയും പാക്കേജ് ആയിട്ട് വരുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. അതെ. സാധാരണ ചേച്ചിയുടെ വീട്ടിലെ തന്നെയുള്ള ആട്ടുകല്ലിലാണ് ചെയ്തോണ്ടിരുന്നത്. നീ വിത്ത് പാക്കേജ് വരിക എന്ന് പറയുന്ന ഒരു ഭയങ്കര. അത് മാത്രമല്ല, ഒരു ആരാധകൻ എന്ന് പറയുമ്പോൾ സാധാരണ ഓട്ടോഗ്രാഫ് അത് ഇത് ഇത്രയല്ലേ ഉള്ളു ചേട്ടാ. അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിടാം. ഇതൊന്നും വേണ്ട, അരിയാട്ടി തന്നാ മതി. ഒരു ഇൻസ്റ്റാഗ്രാം വേണ്ട, അരിയാട്ടിൽ മതി. ഇൻസ്റ്റാഗ്രാം ഞാൻ അരിയാട്ടിൽ മതി. ഒരു സ്റ്റൂള് വേണല്ലോ ഇരിക്കാന്. ഈ കൊച്ചിന് ഹൈറ്റ് പോരാഞ്ഞിട്ട് കസാരയുടെ മണ്ടേ സ്റ്റൂളിട്ടായിരിക്കും. എന്റെ സ്വർഗം വരുന്നേ, എന്റെ ജീവിതാഭിലാഷത്താ വരുന്നേ, എന്റെ ജീവിതാഭിലാഷത്താ വരുന്നേ. ചേച്ചി എനിക്ക് ചത്താലും വേണ്ടില്ല. ഓ ചെമ്പകപ്പൂങ്കാട്ടിലെ എന്നെ തൊട്ട് ചേച്ചി. യോ ചേച്ചി ഇവിടെ ഒന്നും വേണ്ട, പറഞ്ഞ ആഗ്രഹം ചേച്ചി സാധിച്ചെന്നോളൂ. ചേച്ചി ഞാൻ തൊടുന്നില്ല, ഞാൻ തൊടാതെ അരിയിട്ട് തന്നാ കുഴപ്പമില്ലല്ലോ. ചേച്ചി ഞാനേ ഈ അരി ഇങ്ങനെ ഇടുന്ന കൂട്ടത്തില് ആ കുഴവിയിലൊന്ന് ടച്ച് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. പ്രോബ്ലം ഉണ്ട്. ഒന്നും ടച്ച് ചെയ്യണ്ട, അരി മാത്രം ഇട്ടാ മതി. അത്യാഗ്രഹം വേണ്ട. കാര്യം ചോദിച്ചോട്ട് ചേച്ചി, ഈ ബോംബെന്ന് ഇവിടം വരെ ഞാൻ അരി വീഴുന്നു വാരി ഇടാൻ വേണ്ടി മാത്രമായിട്ട് വന്നത്. അല്ല, നിങ്ങൾ അതല്ലേ പറഞ്ഞത് നമ്മളെല്ലാരും മുമ്പില്. അല്ല, ചേച്ചിയുടെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് ആ കറക്കത്തിന്റെ കൂടെ ഉന്തിന്റെ കൂടെ തള്ളന്നുള്ള രീതിയിൽ ഞാനും കൂടെ ഒരു പവറായിട്ടൊന്ന് കറക്കിയ. എന്റെ ഇവിടെ അമ്മാവുണ്ട്, അറിയോ? അമ്മാവനോ? അമ്മാവനെ പേടിക്കണ്ട, അമ്മാവനെ നടക്കാനൊന്നും വയ്യ. തിരിച്ചു പോകുമ്പോ ഈ കല്ല് അമ്മാവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഈ ആട്ടുകല്ല് വേണമെങ്കിൽ. അമ്മാവന് കല്ല് കഴിയാനെങ്കിലും സമയം തരണേ. അമ്മാവനൊക്കെ ശരി തന്നെ കേട്ടോ. ചേച്ചി എന്തെങ്കിലും പറഞ്ഞു? എന്റെ മരുമകളെ അറിയാലോ. ചേച്ചി അവസാനം എന്താ ഈ ഹിന്ദി നാട്ടിൽ ചോക്കട്ടെ, ഞാൻ മുംബൈ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് ചേച്ചിയുടെ അനുവാദം മേടിച്ചതാ. ഹിന്ദി മന്ത്രി സമയങ്ങളിലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേഗമായിക്കോട്ടെ. പപ്പു ഇങ്ങോട്ട് വരൂ, പഠിപ്പിച്ചു തരാം. സമ്മതിക്കണല്ലോ, എന്തൊരു ഡൗൺ ടു എർത്ത് ആണ് നമ്മുടെ പറഞ്ഞപ്പോഴേക്കും. കൈ തരൂ. ഓ നിങ്ങളൊന്ന് മിണ്ടായിരുന്നാ മതി, കൈ മാത്രം തന്നാ മതി. പിടിക്കൂ. വാദമുള്ള ചെറുക്കനാണ്. കറക്റ്റ് പഠിച്ചു. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തോളൂ അല്ലേ? ഇനിയും എന്ത് ഒന്നും കൂടെ പിടിക്കൂ. മതി. ഇനിയും പപ്പൂട്ടൻ ഇനിയും വേണം. പപ്പമ്മന് തോനെ കറക്കണം. പപ്പമ്മന് മന്തിയാവാഞ്ഞിട്ട്
ഈ പപ്പു മോനെ എവിടുന്നാ വരുന്നത് പപ്പു? അപ്പൊ മോനെ ഒന്നും കൂടെ വേണം, എന്ത് ഒന്നും കൂടെ കാറക്കാണ്. എന്നെ കറക്കണം? അല്ല, ചേച്ചിയുടെ കൂടെ ഒന്ന് കുഴവി കാറക്കാണ്. ലാസ്റ്റ് ആണേ. ഓ ശ്വേത ചേച്ചി സമ്മതിക്കണം കേട്ടോ. ആ ചേച്ചി സമ്മതിക്കണം. ഇനിയും വേണോ? നീ ആട്ടി ആട്ടി ഇഞ്ഞ വാടാ ഇഞ്ഞ മടിയില് ഞരമ്പ് രോഗി. എടാ ഞാൻ ചേച്ചി ഇങ്ങോട്ട് എന്റെ കൂടപ്പിറപ്പാണ്. ചേച്ചി അങ്ങോട്ട്. ചേച്ചിയാ ചേച്ചി അവിടെ ഹായ് അവനെങ്ങനെ ഇവിടെ പപ്പു. വന്നു? ഹായ് പപ്പു. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പപ്പു. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്ര നേരം അമ്മാവേ ഉണ്ടായിരുന്നു അവിടെ. പപ്പനോ? ആ ആരോ ഇവിടെ ചേച്ചി ഇവിടെ വന്നാ ആ, ഒന്നുകൂടി ഈ ഭാഗത്തും. അല്ലെ ആ ഭാഗത്ത് ഞാൻ കൊടുക്കാം. ഇഞ്ഞ് വാടാ. എന്റെ മരുമകളാ. എടാ, അവിടെ സ്വപ്നമാണെങ്കിൽ ഞാൻ ആസ്വദിച്ച് വന്നതാണോ? എന്റെ സ്വപ്നം തുറച്ചപ്പോ സമാനമാണ്. ഒന്നാ അപ്പൂപ്പനെ കാല് വയ്യ മാമനെ കാല് കുറച്ചപ്പോ ഒരു ഇത് വേണ്ടടാ. അത് ഇല്ല, ആ ചേച്ചി നല്ല അന്തസ്സായിട്ട് വന്നതാണ്. അവിടെ പോയിരുന്നെ. ഷൂട്ട് എടുക്കുകയാണ്. രണ്ടുപേരും ആട്ടിച്ചു ഇത് ആടിയില്ലേ? അപ്പൊ എനിക്ക് നീ നിന്റെ കഴിവ് ഇടണം. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് മഷി പോലെ ആക്കിയല്ല. അമ്മാവന്റെ ഹോട്ടൽ ജോലിക്കാരനാ? ഞാൻ അവിടെ വന്നിട്ടില്ല പപ്പു. ഇല്ല ചേച്ചി, അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ കണ്ടതാ, ഞാൻ കണ്ടതാ. ഞാൻ കയ്യിലും തൊട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ആട്ടിയതാ. ആ സ്വപ്നായിരുന്നു വന്നിട്ട് ആണോ? ചൊപ്പന പപ്പു ചൊപ്പനൊക്കെ ഉണ്ടാ വിഷു അല്ലേ, അപ്പൊ ഒരുപാട് ആൾക്കാർ എവിടേക്കോ ഇങ്ങനെ പ്രതിഷ്ഠ വിടും. പക്ഷെ അത് സത്യല്ല കേട്ടോ. ഇല്ല, പപ്പമ്മ കണ്ടതാണ്. കണ്ടല്ല. ഇവിടെ ഷൂട്ട് എടുക്കുകയാണ്. ഇത്ര സമയം തന്നെ ഞങ്ങൾ കളഞ്ഞു. മതി മതി. അല്ല ഇത് ചേച്ചി ഇപ്പൊ സാധാരണ ആരാധകർ പോലൊന്നും അല്ല ഞാൻ. എനിക്കറിയാം, വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വീട്ടുകാരനെ വേദം പഠിക്കാൻ വിട്ടവനാ ഞാൻ. ഒരു ഋഗ്വേദോ ഒരു സാമവേദോ അഥർവ വേദോ ഒന്നും ഞാൻ പഠിച്ചില്ല. ഞാൻ ഒറ്റ ഒരു വേദമേ പഠിച്ചുള്ളൂ. എന്റെ വേദം അത് കാണാൻ പോയി ജീവിച്ചവനാണ്. അങ്ങനെയാണ് എന്റെ ജീവിതം പോയത്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു KSRTC-യിൽ. അപ്പോഴാണ് സീരിയസ് ആയിട്ട് അപ്പോഴാണ് ചേച്ചിയുടെ റിലീസ് ആയത്. ഞാൻ ജോലി ഉപേക്ഷിച്ചല്ലോ. അയ്യോ. എന്നിട്ട് ഞങ്ങൾ അവിടെ തിയേറ്ററിൽ ടിക്കറ്റ് കയറുന്ന ജോലിയായിരുന്നു. 4 ഷോ വെച്ചാ കണ്ടോണ്ടിരുന്നത്. ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ആരാധകനുണ്ടോ? ഇല്ല. ഞാൻ അപ്പൊ അതാണ് അത്ര സീരിയസ് ആയിട്ടാണ് ഞാൻ ചേച്ചി സ്നേഹിക്കുന്നത്. അറിയോ, ചേച്ചി എനിക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സാധിച്ചിരുന്നു. 24 മണിക്കൂർ ഞാൻ ചേച്ചിയെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് ഒരു തുള്ളി കണ്ണീര് പോലും പറയാതെ എപ്പോഴും ഞാൻ ചേച്ചിയെ ചിരിപ്പിച്ചോണ്ടിരുന്നത്. അറിയോ, ഈ ജന്മത്ത് നടക്കൂല. നടന്നിരുന്നെങ്കിൽ ചേച്ചിയെ ഞാൻ എന്നും ചിരിപ്പിച്ചാൻ. എന്നും ആണോ? ആ, ഞാനേ ഈ സ്റ്റാർ മാജിക് ഷോയിലാണ് ഞാൻ ഭയങ്കര ചിരിയും കളിച്ചു നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ പപ്പു. അല്ല ചേച്ചിക്ക് എന്നെ ചിരിക്കണമെങ്കിൽ വേണം ഞാൻ വേണമെങ്കിൽ സംഭവം കാണിച്ചത്. പപ്പുനെ ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ. രതി ചേച്ചി ഇപ്പൊ എവിടെയാണ്? ചേച്ചിക്ക് എന്നും ചിരിക്കായിരുന്നു. ചേച്ചി സ്റ്റാർ മാജിക് അവിടെ അല്ല, ഞാൻ കാണിച്ചാ പോരെ. ഇത് തന്നെയല്ലേ അവിടുത്തെ ചിരി. എടാ തൊട്ട് ബാക്കിലേ സർപ്പക്കാവി വേറൊരു ചേച്ചി ഉണ്ട് ചെല്ല്. അതെ, ഉറപ്പാണോ? ആ അതോ എന്നാ പാമ്പ് പിടിക്കാനാ? ഇല്ലില്ല. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, പ്രായം ഒരു വിഷയമല്ലേ ചേച്ചി. അപ്പൊ ഇനി സർപ്പക്കാവിലോട്ട് പോട്ടെന്നാ ചേച്ചി. എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ ജന്മം എന്തായാലും പോയി. ചേച്ചി എന്നെ പറഞ്ഞില്ലേ, കിട്ടിയില്ല. അടുത്ത ജന്മത്തെ നമുക്ക് ട്രൈ ചെയ്താലോ? അപ്പൊ അടുത്ത ജന്മം ചേച്ചിയുടെ പോയി. അല്ല പറ്റുമോ? ഈ ജന്മം ഇവന്റെ പോയി, അടുത്ത ജന്മം ചേച്ചിയുടെ പോയി. ചേച്ചി ആലോചിച്ചൊരു തീരുമാനം പറ. അടുത്ത ജന്മത്ത് പറയാ ചിന്തു ചേച്ചി. അലക്കിട്ടെ ഒന്ന് പോയി വരൂ. ആ സർപ്പൻകാവില് പോയിക്കോളൂ. വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ വന്നിരുന്ന് സുബി ഈ സുബി അനുഭവിക്കുന്നതിനൊക്കെ നല്ലത് എൻ്റെ ഉള്ള ജീവിതമാണ്. ഏത് വേണമെന്ന് ചേച്ചി തീരുമാനിച്ചാൽ മതി. ഒന്നീ സുബി അല്ലെങ്കിൽ ജീവിതം ഓട്ടെ. അമ്മാവാ, ഒരേ ഒരു അമ്മാവനല്ലേ, ഇത് കഴുകി മര്യാദക്ക് വെച്ചോളാം കേട്ടോ. ഇല്ല അത് അമ്മാവൻ ഷൂട്ട് അല്ല കണ്ടത് സ്വന്തം. അല്ല പച്ച ബ്ലൗസ് ഇട്ട് അവിടെ ബ്ലൗസ് വെച്ച് കെട്ടി കിട്ടും. ഓ സർപ്പക്കാവേ. അപ്പൊ പപ്പു വലിയ ക്ലബ് നീ വരണം ഇനി നീ ഇവിടെ വാ. എന്നാലും പപ്പു പെർഫോമൻസ് ഭയങ്കരമായിട്ട് കളിക്കട്ടെ. ഭയങ്കര ക്യൂട്ട് ആയിരുന്നു. എനിക്ക് ഇനിയും വേണം. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു?
ആ ശശാങ്കിന് ഇഞ്ചിയും വേണം, ഇഞ്ചിയും എനിക്കും വേണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പപ്പൻ ഇനിയും വേണോ? നന്നായിരുന്നു ശശാങ്ക്, വെരി ഗുഡ്. അപ്പൊ രണ്ടുപേരുടെ മുന്നിൽ ഒരുപാട് നാൾക്ക് ശേഷം ഈ വിഷു ദിവസത്തിൽ ഒരു ചെറിയ പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം. ശശാങ്കന്റെ പെർഫോമൻസിനെ ഒന്നും നമ്മളിനി വിലയിരുത്തണ്ട. ശശാങ്കനൊക്കെ ഒരു പ്രൂവ്ഡ് ആക്ടറാണ്, പ്രൂവ്ഡ് പെർഫോമർ ആണ്, എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്വേത മേഡം അവിടെ ചെന്ന് അതുമായിട്ട് ജോയിൻ ചെയ്യുന്നിടത്താണ് അതൊന്ന് എലിവേറ്റ് ചെയ്യപ്പെടുന്നത്, അതെ, ഒരു പെർഫോമൻസുമായിട്ട് വരുന്നിടത്ത്. അത് വളരെ ഗംഭീരമായിരുന്നു. അപ്പൊ ഞാൻ അതിനിടയിൽ ആലോചിക്കായിരുന്നേ, ഇഷ്ക് എന്ന് പറഞ്ഞ പടത്തില് ഹംകോ തുംസെ പ്യാർ ഹേ എന്നൊരു പാട്ടുണ്ട്, സൂപ്പർ ഹിറ്റ് പാട്ടാണ്. ആ പാട്ടിൽ അഭിനയിച്ച ആളാണ്. അപ്പൊ വിഷു ആയിട്ട് അമീർ ഖാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ഈ സീൻ കണ്ട, ദൈവമേ എന്റെ നായിക, എന്റെ പൊന്നെ എന്താ പറ്റിയെന്നും പറഞ്ഞിട്ട് അമീർ ഖാൻ ഇത് വീട്ടിലിരുന്ന് കാണുന്നതിനെ കുറിച്ച് ഞാൻ കുറച്ചു നേരം ആലോചിച്ചു. ഈ സീൻ അല്ല അമ്മാവനുള്ളതുകൊണ്ട് അങ്ങ് ക്ഷമിക്കും, കാരണം ഞങ്ങൾ തമ്മിൽ പരിചയമുള്ളൂ. എന്തായാലും ശശുവിന്റെ ഒരു ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര ക്യൂട്ട് ചക്കര പെർഫോമൻസ് ആയിരുന്നു. ഒരു വലിയ കൈഡ് തന്നെയാണ്. താങ്ക് യു സോ മച്ച് ശ്വേത ചേച്ചി ഫോർ കോപ്പറേറ്റിംഗ്. നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്തു അല്ലെ? താങ്ക് യു സോ മച്ച്. നമ്മള് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണെങ്കിലും പക്ഷെ ബേസിക്കലി നമ്മളൊരു സിനിമ ആർട്ടിസ്റ്റ് ആണ്. സിനിമയിൽ നമുക്ക് ഒരുപാട് ടേക്സ് എല്ലാം കിട്ടാറുണ്ട്. ഇവരാർക്കും ഒരു ടേക്കും ഇല്ല, എല്ലാം സ്പോണ്ടേനിയസ്ലി ആയിട്ടാണ് ഇവരെല്ലാവരും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ എനിക്ക് അവിടെ വിളിച്ച് അവിടെ ഇരുത്തി ഒരു 2 സെക്കൻഡ് എനിക്കൊരു കുറച്ചൊരു ലൈം ലൈറ്റ് കിട്ടിയതിന് എനിക്ക് താങ്ക് യു പറയാം. ഈ മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ അതേ സ്ക്രിപ്റ്റ് അതുപോലെ ഫോളോ ചെയ്തിട്ട് രണ്ടാമത് വന്നൊരു പടമാണ് രത്നിർവേദം എന്ന് പറയുന്ന പടം. അതൊരു ക്ലാസിക്, വലിയ ക്ലാസിക്, മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിൽ ഒന്നായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിലെ സീനാണ് ഇവിടെ ശശാങ്കൻ റീക്രിയേറ്റ് ചെയ്ത്. ഗംഭീരമായിരുന്നു ശശാങ്ക. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ നമ്മൾ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വുമൺ ഹാവ് ലെഗ്സ് എന്നും പറഞ്ഞൊരു ക്യാമ്പയിൻ നടന്നല്ലോ, ഇന്റർനെറ്റിൽ നടന്നിരുന്നു. ഇപ്പം നമ്മൾ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾ മുന്നിലേക്ക് വരിക, സ്ത്രീകൾ ബോൾഡായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമുക്ക് ചെയ്താൽ ഒരു 50% ഇപ്പോഴും അതിനെ ഒരു സദാചാരവാദികളൊക്കെ എതിര് പറയുമെങ്കിലും ഒരു 50% ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മളൊക്കെ ഈ പരിപാടി അറിഞ്ഞും കേട്ടും അനുഭവിച്ചും പറഞ്ഞും പ്രയോഗിച്ചും തുടങ്ങുന്നതിന് 20 വർഷം മുമ്പ് നമ്മുടെ ഇവിടെയുള്ള സൊസൈറ്റി മുഴുവൻ ഒറ്റയടിക്ക് കണ്ടാൽ അപ്പം ആരായാലും എതിർക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് റിബലായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ എപ്പിസോഡിൽ വന്നിട്ടുള്ളത്. സപ്പോർട്ടില്ല ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ? സപ്പോർട്ടുണ്ട്, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു. ഇല്ല, സത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അന്നും ഇന്ന് ആൾക്കാർ പറയുന്നത് ഭയങ്കര ബോൾഡാണ്, പക്ഷെ ഞാൻ ആദ്യം തൊട്ട് ഇങ്ങനെ തന്നെയാണ്. അല്ല, ഇന്ന് ഞാൻ പറഞ്ഞ ഒരു സപ്പോർട്ട് ഉണ്ട്, ഒരു സോഷ്യൽ സപ്പോർട്ട്. അതിന്റെ പെർസെന്റേജ് കുറവാന്നേ ഉള്ളൂ, പക്ഷെ സോഷ്യൽ സപ്പോർട്ട് ഉണ്ട് ഇതിന്. അന്നെന്ന് പറഞ്ഞ യാതൊരു സപ്പോർട്ടും ഇല്ല. ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല, മീഡിയ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പറയുമ്പോൾ ബേസിക്കലി നമ്മളെ എന്തോ വേറെ ഒരു സൊസൈറ്റിയിൽ കൊള്ളാൻ പറ്റാത്ത ഒരാൾ പോലെയാണ് നോക്കാറുണ്ടായിരുന്നത്. പക്ഷെ ദാറ്റ്സ് ഓക്കെ, ബിക്കോസ് നമുക്കറിയാലോ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അപ്പൊ ഇന്ന് ഒരുപാട് ആൾക്കാർ അത് പറയുമ്പോ എനിക്ക് പിന്നെ ഞാൻ ഞാൻ ഈ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സാധനമുണ്ട്, കൊരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല. അപ്പോ ഞാൻ കടിക്കുന്ന പട്ടിയാണ്, ഞാൻ കുറയ്ക്കാറില്ല. ഇതാണ് ശ്വേത മേനൻ എന്ന ട്രൂ ആർട്ടിസ്റ്റ്. ഒരു തുറന്ന പുസ്തകമാണ് കേട്ടോ. ചേച്ചി ഭയങ്കര ജെനുവിൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന. ഒരു 20 years ബാക്കിലേക്കും കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഒക്കെ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം അപ്പോ ഇനി പേര് മാറ്റട്ടെ, എനിക്ക് ഇനി വേണം വേണ്ട. താങ്ക് യു. വിഷുവിന് വിഷുക്കോടി എടുക്കാന്ന് പറയില്ലേ? എത്ര പേര് വിഷുക്കോടി എടുത്തു? ഓണക്കോടി എന്ന് കേട്ടിട്ടുണ്ട്. എന്ത് ആഘോഷമുണ്ടോ അതിനൊരു കുഞ്ഞുടുപ്പാണെങ്കിലും അത് ആ ഒരു കോടിയാവില്ലേ? ഇവിടെ കുറെ പേർക്ക് സാരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പൊ അതല്ലെങ്കിലും വിഷു ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സ്റ്റാർ മാജിക്കിൽ പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് സാരിവാല. നല്ല വെള്ളി. ഒന്നുകൂടെ രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് അറിഞ്ഞിട്ട് കയറി വരും, ജലദോഷം കുട്ടൊക്കെ ആയിട്ട്. വിഷുക്കോടിയെ പറ്റി പറഞ്ഞു വന്നപ്പോഴേ ഇതിൽ മെജോറിറ്റി ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് സാരി, ധാവണി, അതുപോലെ തന്നെ വേറെന്തൊക്കെയാ, പട്ടുപാവാട, ഇങ്ങനെയൊക്കെയാ. അപ്പൊ അതുകൊണ്ട് തന്നെ സാരി വെച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോണേ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സാരിവാല ബോൾ. സാരിവാല ബോൾ എന്ന് പറയുമ്പോൾ ഒരു
സാരി നമ്മളൊരു വല പോലെ ആക്കിയിട്ട് ബോൾ അതിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒഴുക്കി കൊണ്ടുവരും. അതാണ് സാരി വല ബോൾ. ഓക്കെ, ഡൗട്ട് ഒന്നും ചോദിക്കരുത്. ഒരു ടീമിൽ നിന്ന് 2 പേരായിരിക്കും കളിക്കാൻ വരിക. ഒരാൾ ഇതാ അവിടെ നിൽക്കുന്നുണ്ട്, ഒരാൾ ഒരു സാരിയും പിടിച്ച്, ഭാര്യയുടെ സാരിയാണോ, നല്ല കളറാണ് കേട്ടോ. ഓക്കെ, ഒരു ഭാര്യ സംഗതി ഇത്രയേ ഉള്ളൂ. ജസീല ഇവിടെ നിന്ന് ഒരു ബോള് മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കും. അത് ഈ സാരിയുടെ ഉള്ളിൽ കൂടെ, ക്ലോത്തിനുള്ളിൽ കൂടെ അങ്ങനെ ആക്കി ഈ ഒരു ബോക്സിനുള്ളിൽ ഒരുപാട് സർക്കിൾസും ഉണ്ട്. ഈ ബോള് ഈ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് പുട്ടിൻ ചെയ്യണം. അതാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. അതാണ് ഫസ്റ്റ് റൗണ്ട്. ലക്ഷ്മി, ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഈ ബോള് ഒരേ വലിപ്പത്തിലുള്ള ബോള് തന്നെ ഇടാൻ പറയണം. ചെറിയ ബോള് അങ്ങനെയൊന്നുമില്ല. ഏതാണെങ്കിലും ഒന്ന് ഇതിന്റെ ഉള്ളിൽ ഇട്ടാ മതി. ഓക്കെ, എന്നാ പിന്നെ കുറച്ച് ചെറിയ ബോൾ എല്ലാം. ആക്ച്വലി ഇത് എനിക്ക് നേരത്തെ ചെറിയ ബോൾസ് എല്ലാം പാസ് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ഈ ഡയലോഗ് പറയാൻ വേണ്ടിട്ടാണ് എനിക്കെല്ലാം പാസ് ചെയ്ത് വീട്ടിൽ പോണോ? കോമഡി കൗണ്ട് ഡൗൺ പ്ലീസ്. My God is People's Democracy. One point, very good. 1-1. Very good, assistant team. അത് തന്നെ കൊടുക്കുക, അത് തന്നെ കൊടുക്കുക, അത് തന്നെ കൊടുക്കുക, അത് തന്നെ കൊടുക്കുക. ഇത് എന്ത് ശശാങ്ക കാണിക്കും? സമയം അതിലോട്ട് ഇടാന്ന പാട്. അയ്യോ, Congratulations to Afiska and team. ഇതിലെ ജസീഡയുടെ റോളും അസിസ്കയുടെ റോളും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അവർ കളിച്ചു. ഒരു വലിയ കാര്യം കൊടുക്കണം. നിങ്ങളിങ്ങനെ എന്താ പറയാ, സെറ്റായി ഫോമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. നോ പ്രോബ്ലം, ഗുഡ് ജോബ്. അങ്ങനെ സാരിവാല ബോളിന്റെ ഫസ്റ്റ് റൗണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവാ. ചിലപ്പോൾ ഇത് തിരുത്തി കുറിക്കാം, അല്ലേ? പറയാൻ പറ്റില്ല. സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. 3, 2, 1. സ്പീഡ് വേണ്ട, ഇത്ര സ്പീഡ് വേണ്ട, താഴ്ക്കണേ. എടി എന്തോ ഇവിടെ സ്ലോയിലിട്ട് നമുക്ക് കിട്ടും. താഴ്ത്തിക്കോ. എടാ ഭയങ്കര സ്പീഡായിരിക്കോ. 1 point. അനു സ്പീഡ് കുറയ്ക്കേ. മുകളിലേക്ക്. നല്ല സ്ലോ ആയിട്ട് കൊടുക്കും, നല്ല താഴ്ത്തി കൊടുക്കണം. വെരി ഗുഡ്. അതാണ് ഞങ്ങൾ അവിടെ നിർത്തിയിരുന്നത്. അനു, നോട്ട് ഫെയർ. ബോൾ എടുപ്പിക്കണം. കൂടില്ല. സ്പീഡ് ഗുഡ് ജോബ്. വരട്ടെ. സ്പീഡ് കുറയ്ക്കടാ. അത് വീഴാൻ പാടാം. സ്പീഡ് കുറയ്ക്ക്. സ്പീഡ് കുറച്ചെങ്കിൽ അത് വീഴും. താക്ക്.
താത്ത് ആ കയറി വരട്ടെ ആ ഇത് ചെറുതായിട്ട് വെക്കോളൂ ആ വരട്ടെ വരട്ടെ അങ്ങോട്ട് വരട്ടെ വരട്ടെ വെരി ഗുഡ് 3-3 ഈക്വൽ ആണ്. ആ ഓ ഓ ഓക്കെ ഓക്കെ സ്പീഡ് ഏറ്റവും സ്പീഡ് വരട്ടെ ഏറ്റവും സ്പീഡ് വരട്ടെ ഊരിൽ വരട്ടെ അയ്യോ മതി ഇട്ടോ ഇവിടെ തട്ടി വീണോളൂ ഇതിലിടിക്കണം 8 കൂടെ വാളിട്ട് കൂടെ സ്പീഡ് ഭയങ്കര സ്പീഡ് എന്റെ തമ്പുരാൻ എന്താ ഇത്? വേണ്ട വേണ്ട ദേഷ്യം വരാതിരിക്കുമോ സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞപ്പോ സാരിവാല ബോൾ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമില് വീണ്ടും ജയിച്ചിട്ടുള്ളത് അസിസ്കയുടെ ടീമാ. ഷാഫിക നല്ല ഒരു കോമ്പി ആയിരുന്നു. അനു ഏതെങ്കിലും ഹലോ കൊണ്ടുവന്ന് തട്ടിച്ച് കഴിഞ്ഞത് ഇങ്ങനെ കളി കഴിഞ്ഞു ആര് പറഞ്ഞു കളി കഴിഞ്ഞു ചർച്ച ചെയ്യണ്ടേ? ഒരു റൗണ്ടും കൂടെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ സാരിവാല ഗെയിം ഭയങ്കര അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അല്ല ലക്ഷ്മി, ടീമിന്. ഈ ഗെയിം അവർക്ക് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല അല്ലേ? എന്നുവെച്ചാ അല്ല, അടിമാലി ഇറക്കി അതുകൊണ്ട് പറഞ്ഞത് ഇവര് കൈവിട്ട കളി ഇനി അങ്ങനെ നീ പുച്ഛമായിട്ട് കാണണ്ട. വലുതായിട്ട് കാര്യങ്ങളില്ല. അല്ലാതെ നീ എന്തായാലും അടിമാലി ഇറക്കത്തില്ല. സർ ജോൺ ഹോനായി എന്താ സീനിയർ ജോൺ ഹോനായി? ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കൗണ്ട് ഡൗൺ കൊടുക്കുക. കൗണ്ട് ഡൗൺ പ്ലീസ്. ബാലൻസ് താഴ്ത്തിക്കോ മെല്ലെ താഴ്ത്തിക്കോ ജസ്റ്റ് പൊക്കിക്കോ സ്ലോ 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 പതുക്കെ താഴ്ത്തിക്കോ നമ്മ കൊണ്ടുവന്നും ജയിക്കണം താത്ത് പോകാൻ വെരി ഗുഡ്. ഫുള്ള് താഴ്ത്തിക്കോ ഇവിടെ ലൂസാക്ക് ഇവിടെ ലൂസായി കൊടുക്കണേ ഇങ്ങനെ ലൂസായി കൊടുക്കണം ഇങ്ങനെ പന്ത് വരെ കൊടുക്കും ഫ്രണ്ടിലോട്ടോ ലൂസായി സ്ലോയില് താത്തുവ വക്കത്ത് വന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു താഴ്ത്തിക്കോ ഇവിടെ ലൂസായി കൊടുക്കണേ വെരി ഗുഡ്. വെരി ഗുഡ് സൂപ്പർ. അല്ലല്ല നെൽസണ്ട അത് ഒരിക്കലും വീഴാൻ സാധ്യതയില്ല. അതെ ഒരിക്കലും വീഴാൻ സാധ്യതയില്ല. വീണു. സ്പീഡിന് വിട്ടോ ആ സൈഡിലോട്ട് സമയത്തിന് വീട്ടിലത് വരൂടാ ഏത് ഹോനായി നടന്നു ലാസ്റ്റ് ഈ അറ്റത്തുള്ള ഒരു ബോള് തങ്കച്ച വേണ്ട നെൽസണ്ണ ആ ബാൾ ഒരിക്കലും വിടത്തില്ല. നോക്കപ്പോ കറക്റ്റ് ആണ് വിടുന്നത്. അപ്പൊ സാരിവാല ഗെയിമിന് 3 ചാൻസ് നമ്മൾ കൊടുത്തു. ഈ 3 ചാൻസിലും അടിപൊളിയായിട്ട് ഈ ഒരു ഗെയിം കളിച്ചത് നമ്മുടെ ആസിസ് ബിനി ചേട്ടനൊക്കെയാണ്. കൺഗ്രാറ്റുലേഷൻസ് എന്റെ ടീം.
അതെ അതെ എല്ലാരും നമ്മുടെ വിജയത്തിന് നമ്മുടെ എല്ലാവരുടെ സഹകരണം. ഞങ്ങളുടെ തോൽവിക്കുന്ന പറയത്തില്ല, ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് കളിച്ചു. പക്ഷെ വെല്ലുവിളിച്ചത് ആക്ച്വലി ശശിയാണ് വെല്ലുവിളിക്കരുത്. ഞാൻ പറഞ്ഞു സോൾവ് ചെയ്ത് അതിലൊക്കെ നീ വെല്ലുവിളിച്ചായിരുന്നു. അല്ല നേരത്തെ ഞാൻ വെല്ലുവിളിക്കാനൊക്കെ ചെന്ന് വാങ്ങിച്ചോളാം. അതിൽ അവർ ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം അവർ തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇത്രയും നല്ലൊരു പ്ലെയർ ആയിട്ട് ഒരിക്കലും ആ ഒരു എടുത്തുചാട്ടം നല്ലതിനായിരുന്നു. അല്ല ഒരിക്കലും. ഇതൊക്കെ ദൈവാധീനം കൊണ്ട് സംഭവിച്ചു. അത് അംഗീകരിച്ചാൽ മതി. നമ്മൾ 2 പോയിന്റ് നേടിയില്ലേ, ഇനി തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടല്ലേ. കുഴപ്പമില്ല. അല്ലെ ഉരയ്ക്കുമ്പോ ഇങ്ങനെ ഗ്യാപ്പിട്ട് ഉറക്കണം. അല്ലെ തീ പിടിച്ച് സാരി പിടിക്കുക. തീ പിടിച്ചോട്ടെ, കുഴപ്പമില്ല. നീ വരുവാണെങ്കിൽ ചെവിടൊക്കെയുള്ള വീഡിയോ എടുത്ത് വായിലും ഇങ്ങനെ കുട്ടി. അപ്പളേ സാരി വാല ഗെയിം കഴിയുമ്പോ ജയിച്ചിട്ടുള്ളത് ആരാ? അടിമാലി ആന്റി. സമയങ്ങളൊക്കെ ചാട്ടയെടുക്കൂ. പോരട്ടെ. അപ്പഴേ ഇനി കുട്ടികൾക്കായിട്ട് ഒരു ഗുഡ് ന്യൂസ്, ഒരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട്. അടുത്ത അക്കാഡമിക് ഇയറിലെ ക്ലാസ്സുകൾ 90+ മൈ ട്യൂഷൻ ആപ്പില് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ സബ്ജക്ട്സ്, അതായത് കറന്റ്ലി ഉള്ള സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ സബ്ജക്ട്സ് കൂടാതെ സോഷ്യൽ സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട്സ് ഇനി 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. 90+ മൈ ട്യൂഷൻ ആപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ UP ക്ലാസ്സുകൾക്ക് വെറും 4000 രൂപയും ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് 5000 റുപ്പീസും ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്ക് 8000 റുപ്പീസും ആണ്. സോ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. അപ്പോ സ്റ്റാർ മാജിക്കില് ഇന്നത്തെ ഗെയിം കഴിഞ്ഞപ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ബിനിച്ചേട്ടന്റെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതോടൊപ്പം ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മറ്റാരും അല്ല, നമ്മുടെ അസീസ്കയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു അസീസ്ക. എന്തെങ്കിലും ബെസ്റ്റ് പെർഫോമർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ? കുറച്ചെങ്കിലും കണ്ടില് ചോരയുണ്ടോ? നിങ്ങൾ എന്നെ വിളിക്കരുത്, വേറെ ആരെങ്കിലും വിളിക്കും. പക്ഷെ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ വിളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? കളിക്കുന്നു. ഈ ഒരു ഊർജത്തിന്റെ പിന്നിലെ രഹസ്യം എന്താ? പെട്ടെന്ന് വീട്ടിൽ പോണോ? ഏതെങ്കിലും ടീം വേഗം കളിച്ച് ജയിച്ചാലല്ലേ ഗെയിം തീരുള്ളൂ, നല്ല എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുള്ളൂ. ബാക്കപ്പ് പറഞ്ഞാലല്ലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. സിമ്പിൾ ലോജിക്. ഓക്കെ, അപ്പോ ബെസ്റ്റ് പെർഫോമറായ നമ്മുടെ അസീസ്ക ഇനി നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ വക ഒരു ഗിഫ്റ്റ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ എപ്പിസോഡും കൂടി ആയതുകൊണ്ട് തന്നെ അസീസ്കയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ബാക്കിയുള്ളവർ ആരും അസൂയപ്പെടരുത്, കണ്ണിടരുത്. അസീസ്കയ്ക്ക് മാത്രം എല്ലാരും കണ്ടോളൂ ആ ഒരു അർഹതപ്പെട്ടത് കൊടുക്കുമ്പോൾ എന്തിനാണ്? തീർച്ചയായും. ഒരിക്കൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ അസിസ്ക. അപ്പം ഈ ഒരു കേക്ക് സ്പോൺസർ ചെയ്ത കേക്കാണ് കേട്ടോ. ഇത്രയും ആസിസ്കയ്ക്ക് തേടി പിടിച്ച ഒരു കേക്ക് ഇന്ന് ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ സ്പോൺസർഷിപ്പ് വരെയാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് അസിസ്കയുടെ ഗിഫ്റ്റുകൾ ഇവിടെ തീരണില്ല. ഒരു 2-3 ഗിഫ്റ്റുകളും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കാണാം അല്ലേ. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ചി, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പച്ചിയുടെ സ്റ്റാർ മാജിക്കിലുള്ളവരെല്ലാവരും തിരക്കിന്ന് പറയണം. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ചി, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഞാൻ സ്റ്റാർ മാജിക്കിലെ എല്ലാവരെയും അന്വേഷിച്ചെന്ന് പറയണം. സ്റ്റാർ മാജിക്കിൽ എല്ലാവരെയും ഇഷ്ടമാണ്. ഹായ് ഓൾ, ഞാൻ അസീസ്കയുടെ വൈഫാണ്. ഹാപ്പി ബർത്ത്ഡേ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. സർവശക്തൻ ദീർഘായുസ്സും ആരോഗ്യം നമുക്ക് അനുഗ്രഹിക്കട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്റ്റാർ മാജിക് കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്, എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. സ്റ്റാർ മാജിക്കിലെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കമൻറ്റ്സ് കാണാറുണ്ട്. അസീസ്കയുടെ ഫാമിലിയെ കാണുന്നു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഇത്
അസിസ്കയുടെ വൈഫാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. ഈ ഒരു കേക്ക് എത്തിയത്, അതുപോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റുകൾ എത്തിയത്. എന്താ പറയുന്നത്, കണ്ണൊക്കെ നിറയുണ്ടോ അസീസ് നെടുമങ്ങാട്? എന്താ തോന്നുന്നേ ഇപ്പൊ? എന്താ പറയാനല്ലേ? ഭയങ്കര സർപ്രൈസ് ആയി. അല്ലല്ല, ഇത്രയൊക്കെ അവര് പറഞ്ഞിട്ട് ഇത്രയൊക്കെ സർപ്രൈസ് ട്രിവാൻഡ്രത്തിരുന്ന് കൊച്ചിയിൽ പ്ലാൻ ചെയ്തിട്ട് നിന്റെ അഭിനയം സൂപ്പറാടാ. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അവന് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടോ? എങ്ങനെ കഴിയുന്നത് അസീസേ? നീ എനിക്കും പറഞ്ഞ എന്റെ പരിപാടി മതി. ഇന്നത്തെ ദിവസമെങ്കിലും അവരത് വെറുതെ വിടാനുള്ള കരുണ കാണിക്കണം. പ്ലീസ്, റിക്വസ്റ്റ് ആണ്. എന്താ പറയാനില്ല തിരിച്ച് ഞാൻ വല്ലോ പറയും. എന്റെ അടുത്താണ് പറഞ്ഞല്ലേ? അല്ല അങ്ങനെയല്ല. ആസിസിക്കയുടെ വൈഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആസിസിക്കയുടെ ഫോൺ എടുത്തിട്ട് എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് പരിചയത്തിൽ നമ്പർ 2-3 നമ്പർ, എനിക്ക് 3 നമ്പർ ഉണ്ടല്ലോ. അപ്പൊ 3 നമ്പറിൽ മാറി മാറി ആരോ വിളിക്കുന്നു. ഞാൻ ഇവിടെ ഹലോ, ഞാൻ മുബീനയാണ്, ആസിസിക്കയുടെ വൈഫ്. പറയാൻ പറഞ്ഞു, മുബീനെ പറയുന്നു പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഞാൻ വിളിക്കുന്ന കാര്യം ആസിസിക്ക അറിയരുത്, ഉറപ്പ് തരാൻ പറഞ്ഞു, പ്രോമിസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പറയില്ല, പറയാൻ പറഞ്ഞു. അതെ, ആസിസിക്കയുടെ ബർത്ത്ഡേ ഈ മാസം ഇതുപോലെ ഈ മാസമാണ്. അപ്പൊ നീ അനൂപ് ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ പറയാന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഇത് അസീസിക്ക് അറിയില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് അനുവേണ്ട മനുഷ്യനായിട്ടുള്ള അവളടുത്ത് വല്ലതും പറയൂ. നിന്റെ വിഷമം കണ്ട നിന്റെ 5 സെന്റിന്റെ പ്രമാണം ഞങ്ങൾ എടുത്തു ഇല്ലില്ല, ഇങ്ങനെ മാത്രം പറഞ്ഞത് ഒതുക്കാൻ പറ്റില്ല. വൈഫിനോടും മക്കളോടും ഒക്കെ പറയാനുള്ളത് ഇവിടെ വെച്ച് അത് അശോകന്റെ ഫിഗർ തന്നെ പറയാം. എന്താ പറയാനുള്ളത്? ഐ ലവ് യു മൈ ഫാമിലി. എൻ്റെ വൈഫും എൻ്റെ മക്കളും ഈ ജീവനാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷ മെനങ്ങാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇക്കച്ചിക്ക് എന്താണ് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ച് ബർത്ത്ഡേ ഇക്കച്ചി നാളെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട, കാരണം നീ എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചാലും അത് എന്റെ പൈസ എന്റെ കാശല്ലേ പോകുന്നു. പിന്നെ അത്രയും പറഞ്ഞു വെച്ചു. പക്ഷെ ഇത് ഭയങ്കര എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇത് എന്തായിരിക്കും? ഗസ് എന്നാ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഞങ്ങൾക്ക് കാണണം. ആഹാ, വളേ എല്ലാം കളർ പെൻസില് അവക്കൂട്, അനുവിന് കളർ പെൻസിൽ കൂടെ. ഇതിലൊന്നുമില്ലെങ്കിലും ആദ്യം എന്നെ എങ്ങനെ തിരഞ്ഞെടുത്ത്? അടിപൊളി, സൂപ്പർ ബ്രേസ്ലെറ്റ്. ഞാൻ അവളെ കാലി ഇട്ട് കൊടുക്ക. ഇത് ശുദ്ധമായ കൗണ്ടറുകളുടെ ബുക്കാണെന്ന് തോന്നുന്നു. അവൻ തന്നെ പൊതിഞ്ഞു വെച്ചിട്ട് അവന്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടിട്ടാണ് എനിക്ക് അത്ഭുതം തന്നെ. ഇനി അടുത്ത എക്സ്പ്രഷൻ. ഹാപ്പി ബർത്ത്ഡേ. പാറമട ജോലിക്ക് പോകുമ്പോ ഒരു സീസന്റെ ഷോക്കേസിലുള്ള എല്ലാ സാധനം അസീസ് കൊണ്ടുവന്നു. അസീസ് തന്നെ പൊട്ടിക്കട്ടെ. എന്റെ വൈഫ് അല്ല എനിക്ക്. എടാ ഇത് നിനക്ക് കവർ മാറിപ്പോയി. ബെൽറ്റാ? എന്റെ വൈഫ് അല്ല. വീട്ടിലെ കുടുംബ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അതിനകത്ത് പൈസ വല്ലതും ഉണ്ടോ നോക്കിയാ. എന്റെ വൈഫ് അല്ല. ആരാ ഫാൻസി കടയിൽ കൊണ്ടുപോയി മാറിപ്പോയതാണ്. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അടുത്ത മാസമാണോ എന്നൊരു സംശയമുണ്ട് എന്റെ ബർത്ത്ഡേ. മോതിരം അടിപൊളി, സൂപ്പർ. അതിന് കൽക്കരിയിലിട്ട് വെച്ചാണ് എല്ലാം കഴിഞ്ഞ സ്കിറ്റിൽ വെച്ചിരുന്ന സാധനങ്ങളാണ്. നാട്ടുകാർ ഇത് തിരക്കി കിടക്കണുണ്ട്. ഇത് കസ്റ്റംസുകാര് പിന്നെ എയർപോർട്ടിൽ വെച്ച് ഓരോന്ന് അഴിപ്പിക്കണ അഴിക്കണത്. നീ അങ്ങനെ അങ്ങ് പോയാലോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് റൂം എടുക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാം കൂടെ അതിങ്ങനെ എടുക്കണം. അല്ല, ഇത് ഏതോ ഫാൻസി കടയിലെ സാധനം. വാച്ച് ഒരു എപ്പിസോഡ് തീരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗിഫ്റ്റ് മൊത്തം അൺബോക്സ് ചെയ്തിട്ട് ഈ സന്തോഷം വൈഫ് അല്ലാന്ന് മനസ്സിലായപ്പോ പുള്ളിയുടെ ഊർജ്ജസ്വലത കണ്ടോ? പുള്ളിയുടെ അല്ല കാശ് വേണത്. എനിക്ക് പറയാനുള്ളത് റജിലാക്ക് ഇത് പാഠമാക്കാം എന്നാണ്. ഈ എപ്പിസോഡ് എന്തായാലും കാണണം.
ഞങ്ങൾ അസീസ് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആണെങ്കിൽ എടുക്കാം. അടിപൊളി, സൂപ്പർ. പെട്ടെന്ന് പറക്കിയിട്, അടുത്ത ഉത്സവം പറമ്പ് പോവാ. ഇവിടെ ഉത്സവം തീർന്ന്. അതെ ഇത് വേണ്ട. ഫുൾ കിറ്റ് കാറ്റ്. ആ സൂപ്പർ. കല്യാണ കുറിയാടേ. ഹാപ്പി ബർത്ത്ഡേ. വീട്ടുകാരാണോ? അത് വായിക്കാൻ അറിയാമെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കുക മാട്ട കോമഡി ഒക്കെ പറഞ്ഞ്. അല്ല, പിള്ളേർക്ക് നമ്പർ കൊടുക്കുമ്പോ മനസ്സിലാക്കിക്കോട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ലൈഫ് ഇസ് വെരി ഷോർട്ട്, സോ എൻജോയ് എവറി മൊമെന്റ്. ഡോണ്ട് ലൂസ് യുവർ കോൺഫിഡൻസ്. എനിക്കറിയാം, എൻജോയ് ചെയ്യാം. Go always ahead. Wish you a happy birthday, my sweetheart. എന്ന് മുബഷിറ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കേക്ക് താഴെ പോയോണ്ടല്ലോ. ഞാൻ കൊതി വന്ന് ഇവിടെ കിടന്ന് ഉരുളും. Happy birthday to you. Happy birthday, happy birthday, and the stars burning tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, and the stars burn tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. കേക്ക് കഴിച്ചാലും ആരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാലും ജയം തോൽവി അതെന്തായാലും പ്ലേയിൽ വേണ്ടേ അല്ലേ? ശരിയല്ലേ? അപ്പൊ അതിന് മുമ്പായിട്ട് ബെസ്റ്റ് പെർഫോമറും ഇന്നത്തെ ബർത്ത്ഡേ ബോയും ഒക്കെ നമ്മുടെ അസീസ്ക തന്നെയാണ്. അസീസ്ക വരൂ. അസീസേ അടിച്ച് പൊളിക്കുന്ന ബർത്ത്ഡേ ആയിട്ട് നിനക്ക് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അസീസയ്ക്ക് വേണ്ടി ഇപ്രാവശ്യത്തേക്ക് നമുക്ക് അടി അസീസ് എന്ന് വേണ്ട, ഹാപ്പി ബർത്ത്ഡേ അസീസ് എന്ന് വിളിക്കാം. ഹാപ്പി ബർത്ത്ഡേ അസീസേ. അടിപൊളി. ഓക്കെ, കൈയോടെ ചാട്ട വാങ്ങിയിട്ട് പോരും. ഇവിടെ ബർത്ത്ഡേ ആയിട്ട് നീ ആരെയാണ് ഉപദ്രവിക്കാൻ പോണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഞാൻ അടിക്കണോ വേണ്ടെന്ന് ആഗ്രഹിക്കും. അടിക്കളയാ നമുക്ക് ന്യൂ ഇയറിന് നിർത്താം. ന്യൂ ഇയറിന് നിർത്താം. ഇപ്പൊ ദേവസേന സുബി സുബി സുബി. ഡാൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡാൻസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. Thank you. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീയും പ്രാർത്ഥിച്ചോടി. നിയമത്തിന് ഞാൻ ബർത്ത്ഡേ ആണ്, അപ്പം ബർത്ത്ഡേയുടെ അന്നൊന്നും അങ്ങനെയൊന്നും ചെയ്തുകൂടാ. അടിമാലി 2 3 ഗോ. അല്ല, അസീസ അങ്ങനെ ചെയ്യുള്ളൂ. ഇല്ല, പതുക്കെ പതുക്കെ അടിച്ചേ. ബർത്ത്ഡേ ആയിട്ട് ഞാൻ വളരെ നോവിക്കണ്ട, എന്നാലും കൊടുത്തു, ചെറിയ രീതി ഞാൻ കൊടുത്തു. കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല അല്ല, എനിക്ക് അടിക്കാൻ ബർത്ത്ഡേ ആയിട്ട് അടിച്ചാ തിരിച്ചടിക്കണമെന്ന്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കണമെന്നാണ് എന്റെ കണക്ക്. അല്ല, കൊടുത്തു, ഞാൻ നന്നായിട്ട് കൊടുത്തു. ശശാങ്കൻ റെഡിയാക്കി ചെല്ല്. ആ സെൽവം മാമൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുകൊണ്ടാണല്ലോ. പുതിയതാണല്ലോ, പുതിയ സംഭവമാണല്ലോ. എനിക്ക് എന്തായാലും പറയാനുള്ളത്, എനിക്ക് ഒന്നും പറയാനില്ല. അസീസിന് ഹാപ്പി ബർത്ത്ഡേ. അല്ലാതെ ഈ സന്ദർഭത്തിൽ വേറെ ഒന്നും പറയാനില്ല. 1 2 3. പൊളിച്ചെങ്കിലും നമ്മൾ അംഗീകരിക്കാനൊക്കെ സൂപ്പർ. അടി അടി. ഓ, അമ്മാവൻ പോതാണ് കൊല്ലാണല്ലോ പോണത്. അടി കിട്ടുമ്പോഴേലും ഒന്ന് വാ തുറക്കും. അടുത്ത കിരീടാവകാശിയാണ്. കിരീട തലയിരിക്കുന്നത്. കുട്ടി മുട്ട പെട്ടിലിട്ടു, പെട്ടി തട്ടി മുട്ട പൊട്ടി. നീ ഇത്രയും വലുതൊന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ചെറിയ എന്തെങ്കിലും സാധനം പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ വേറെ അടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. പെട്ടെന്ന് പറഞ്ഞു
പോയേക്കാം. എന്ത് ചാട്ട തട്ടി മുട്ടു പൊട്ടി കുട്ടി മുട്ട പെട്ടിലിട്ടു പെട്ടി തട്ടി മുട്ട പൊട്ടി. കുട്ടി മുട്ട പെട്ടിയിലിട്ടു 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 പെട്ടി തട്ടി മുട്ട പൊട്ടി. അടിക്കരുതെന്നാണ് അതിന്റെ നിയമം. പിന്നെ പിന്നെ പറയിപ്പിച്ചെന്തിനാ? തെറ്റായിരുന്നു. പറയത്തില്ലെന്ന് വിചാരിച്ചു. കഷ്ടം. അതങ്ങ് എട്ടുതല അങ്ങ് പൊട്ടി. അനു നീ എവിടെ പോവാ? അനു മണ്ണെണ്ണ മേടിക്കാൻ പോണ 4 പേരുള്ള മണ്ണെണ്ണ അപ്പുറത്തെ വീട്ടിൽ നിന്ന്. താമരപ്പൂവിൽ വാഴും ദേവനല്ലോ നീ, വളർത്താൻ വിളിക്കല്ല കൊല്ലാനെ വിളിക്കില്ല. കടലിൽ പൂക്കും പുണ്യം. ഓ അപ്പൊ അവന്റെ ചട്ടങ്ങ് കൂടിയില്ലോ. അവൻ കേക്ക് മുറിക്കാൻ വന്നപ്പോ ഓടിയിട്ട് വലിയ കഷ്ണം എടുത്തിട്ട് പോയിട്ട് സാക്ഷി അടിച്ചോ. അതെ എന്താ പറഞ്ഞേ, തിരിഞ്ഞു നിന്നാ ചോര തെറിക്കും. പിന്നെന്തോ ഈ അവസ്ഥയെ കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണെന്നല്ലേ അല്ലേ? ശരിയാക്കി തരാം. സംസാരമൊന്നും വേണ്ട. അല്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞ മനസാക്ഷിയുള്ള ഒരു കൊച്ചാണെന്നുണ്ടെങ്കിൽ തങ്കച്ചേട്ടന്റെ കാല് വയ്യാത്തതല്ലേ പോയിരുന്നോ എന്ന് പറഞ്ഞു. അല്ലല്ല, അതിനൊരു ഗുഡ് ആയിട്ടാണ് നീ പറഞ്ഞില്ലേ ആണാട്ട് മുണ്ട് മടക്കി കുത്തിയെന്ന്. അല്ലല്ല, മുണ്ടൊന്നും മടക്കി കുത്തി നൈസായിട്ട് കെട്ടത് കാണുന്നെങ്കിൽ സൈക്കോളജിക്കൽ മൂവ്മെന്റ് മടക്കി കുത്തു. അത് വന്ന് മൂക്കിൽ തിരിച്ചു വന്ന് കഴുതി തന്നെ കൊണ്ടുവന്നു. അസീസിന്റെ സുബിസുബിക്കാലും വേദനിക്കില്ലല്ലോ. ഞാൻ അടിക്കാനേ തങ്കച്ചനല്ല അനു കേട്ടാ. എന്റെ മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുണ്ട്. ഇല്ല, ഞാൻ അടിക്കുന്നില്ല. വേറെ ആരെങ്കിലും അടിക്കും. അയ്യേ, അത് എന്നിട്ട് വേറെ ആരും കണ്ണിച്ചോര് ഇല്ലാത്തവരുണ്ടെങ്കിൽ അടിക്കാം. അടിച്ചില്ല തിരിച്ചടിക്കും. അടിച്ചില്ല തിരിച്ചടിക്കും. നിയമം അങ്ങനെയാണ്. എന്നെ അടിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ചടിക്കും. എന്നെ അടിച്ചില്ല എങ്കിൽ ഞാൻ തിരിച്ചടിക്കും. നിയമം നിയമമാണ്. അവളെ ഫാൻസുകാരെന്തേലും പറഞ്ഞു ഓർത്ത് പേടിച്ചിട്ടാ. ഇല്ല, ഞാൻ അടിക്കില്ല. നീ കസേര എടുത്ത് നേരത്തെ കാലിടാൻ വേണ്ടി പോയതല്ലേ? നേരത്തെ അങ്ങനെ എനിക്ക് പോലും വേറെ ആരെങ്കിലും അടിക്കും. നീ പിന്നെ എന്തിനാണ് പോയത്? കാരല്ലെന്ന് ഞാൻ അടിക്കൂല. നീ അവിടെ അവള് തല്ലിക്കഴിഞ്ഞാൽ ആൾക്കാരെന്തേലും പറയും. ഇനി വേറെ വല്ലവരും തല്ലിട്ട് നമ്മളെ ഞങ്ങളൊന്നും കടം പറ്റില്ല. കാല് വയ്യെങ്കിലും ഒന്ന് അന്തസ്സൊക്കെ അടി കൊണ്ടിട്ട് പോകും. നിങ്ങളുടെ ഈ ലോക്കൽ ഫാമിലി പ്രശ്നം ഇവിടെ നിന്ന് പറയല്ലേ. ഇത് സ്റ്റാർ മാജിക്കിന്റെ വേദിയാണ്. ആകാശ ദീപങ്ങൾ സാക്ഷി. ആചാര്യല്ലേ പകരം വീട്ടാനുണ്ട്. അതെ, ഇന്നത് കൃഷ്ണമണിയിലും കൊള്ളും. കൃഷ്ണമണി ഇല്ലാതെ പോകേണ്ടി ഒരു വീട്ടില്. കുങ്കുമം ചാർത്തിയ പൊന്നുഷ സന്ധ്യതൻ വാസന്ത നീരാളം നീയണിഞ്ഞു. മഞ്ഞിൽ മയങ്ങിയ താഴ്വരയിൽ നീ കാനന ശ്രീയായി തുളുമ്പി വീണു. കാനന ശ്രീയായി തുളുമ്പി വീണു. പാദസരം തീർക്കും പൂഞ്ചോല നിന്മണിക്കുമ്പിളിൽ മുത്തുകളായി ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽ കുളം ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു ഞാൻ. നിന്നോളൂ. ഞങ്ങളാ ജയിച്ച് മറന്നുപോയോ? അത് ശരി, തല്ല് കിട്ടാൻ പോകുമ്പോ ഇതൊക്കെ മറന്നു. അവളാണെങ്കിൽ കട്ടം കൊണ്ട് ഉടുപ്പിക്കൊണ്ടു നിൽക്കുക. എവിടെ അടിക്കും ഇത്? ഇതാണ് ശരിക്കും വെള്ളാട്ടപ്പോക്കർ. അടിപൊളി. ആ തുണി വന്ന് അവന്റെ കണ്ണിലടിച്ചു, ചെരുപ്പ് പോയി. എന്തൊക്കെയായിരുന്നു നേരത്തെ ഡയലോഗ്? നമ്മൾ ഒരുമിച്ച് ചെയ്തതാണ്, വർക്ക് ചെയ്തതാണ്, അതുകൊണ്ട് മെല്ലെ അടിക്കണം എന്നൊക്കെ പാലം തിരിഞ്ഞുള്ളിക്കാട് വരുമ്പോൾ
കൺമണിയെ കണ്ടുവോ നീ കവിളിടതഴുകിയോ നിന്നെ പറ്റിയ പാടി ഞാൻ ഒന്നും കൂടെ ഒന്ന് നെൽസൺ ചേട്ടനെയും പൊക്കിത്തരാം. ഞാൻ വന്നതിനെ പറയാൻ മറന്നതായിരുന്നേ. ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോ ഏറ്റവും യോയോ ആയിട്ടുള്ള ആളാണ് നെൽസൺ ചേട്ടൻ. ബ്ലൂ കണ്ണട എന്റെ ഷർട്ട് അയ്യോ ഭാവം തോന്നിട്ട് പറഞ്ഞ അല്ല, ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും വളരെ നല്ല ഭംഗിയിലുണ്ട്. എനിക്കാണെങ്കിൽ ചെറിയൊരു അടി തന്നിട്ടുള്ളൂ വന്നതുകൊണ്ട്. അത് ലക്ഷ്മി പ്രത്യേകിച്ച് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ലോണം തരാൻ അതല്ല അത്. പിന്നെ പുതിയതായിട്ട് വരുന്ന കുട്ടികളെല്ലാം ഇവിടെ പഠിക്കുന്നത് അടിക്കാൻ. അപ്പൊ ഞാൻ പഠിച്ചോട്ടെ, പ്രശ്നമല്ല. 1 2 സന്തോഷം കഴിഞ്ഞു. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ വീഴാതെ കണ്ണിലെന്നു മിന്നിയ നീർമണി നീറാതെ നീറുന്നോരോർമ്മ തന്നെ തിരി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി നിന്നെ കാത്തി തീരത്തെന്തേ മോഹം ഉയരോടി ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ചാട്ടപ്പൊട്ടി തെറിച്ചു പോയത്. ഇത് അഭിനയമല്ല, സീരിയസ് ആയിട്ട്. പക്ഷെ എനിക്ക് ഇതിൽ സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ബിനിച്ചേട്ടൻ എന്നെ വിളിക്കണേന്ന്. കാരണം നേരത്തെ ഞാൻ അടിച്ചപ്പോഴേ ബിനിച്ചേട്ടന്റെ ഫാൻസ് ഒക്കെ ഭയങ്കര വിഷമായി കാണും. അപ്പൊ തിരിച്ചടിച്ചപ്പോ അവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫാൻസിന്റെ സന്തോഷമല്ല നമുക്ക് വലുത്. നമ്മുടെ ഫാൻസിന്റെ സന്തോഷം. ഫാൻസിന്റെ സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും. എന്റെ ഫാൻസിന് സന്തോഷം ഇല്ലെന്ന്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കുറെ അധികം രസകരമായിട്ടുള്ള മൊമെന്റ്സ് വേണ്ടി ഞങ്ങൾ തിരിച്ചെത്താം കേട്ടോ. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ബർത്ത്ഡേ പെയിൻ സ്റ്റാർ മാജിക്. Special partner Kenme Online English and Sure Learning App. Powered by Kalyan Silks, Kanjana Paisa Mix, ChavraMatrimony.com, Scott Floor Cleaner, Sparko Biryani Secret Masala, Lana Technologies, Spice Partner Eastern, our online education partner Xylem MBBS Mobile Entrance App, and special partner Chris Pelosi. Tata, bye bye, good night.